ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേൽ നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. നാസിർ സാർ, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എന്തു പറയണം? കാരണം എന്റെ ജീവിതത്തിലെ പകുതിയോളം സമയം ഞാൻ അദ്ദേഹത്തിലൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സെറ്റുകളിൽ നിന്നും സെറ്റിലേക്ക് അന്നൊക്കെ 4 കോൾ ഷീറ്റായിരുന്നു. ആ 4 കോൾ ഷീറ്റ് 4 പടങ്ങൾ, ഒരു ദിവസം തന്നെ 4 പടങ്ങളായിരുന്നു. ഈ 4 പടത്തിലും നസീറിന്റെ കൂടെ തന്നെയായിരുന്നു. രാവിലെയുള്ള സെറ്റില് അദ്ദേഹത്തിന്റെ അമ്മായിയമ്മയായിരിക്കും ഞാൻ, ഉച്ചയ്ക്കുള്ള സെറ്റില് ഭാര്യയായിരിക്കും, രാത്രിക്കുള്ള 10 to 2 എന്നൊരു കോൾ ഷീറ്റ് ഉണ്ട്, ആ സമയത്ത് കാമുകിയായിരിക്കും. പിന്നെ 2 to 5 രാത്രി ഒരു കോൾ ഷീറ്റ് ഉണ്ട്, അതിൽ വേറെ ഒരു മുറപ്പെണ്ണായിരിക്കും. അപ്പോൾ സെറ്റിലോട്ട് വന്നോണ്ടേ നസീർ ചോദിക്കാം, കൊച്ചെ ഇന്ന് ആരാ എന്റെ ആരാണെന്ന് പറഞ്ഞ് കളിയാക്കും. സത്യത്തിൽ ഒരു സെറ്റിലോട്ട് കറക്റ്റ് സമയത്ത് പോകണം, ആരോട് എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ ഞാൻ അങ്ങേരിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ ഒരു പ്രൊഡ്യൂസർ ഒരു പടം പൊട്ടിപ്പോയാൽ, അങ്ങേര് അഭിനയിച്ചൊരു പടം പൊട്ടിപ്പോയാൽ വേറെ എത്ര പടങ്ങൾ എത്ര കാശ് കൊടുത്താലും അടുത്ത ആ പൊട്ടിപ്പോയ പ്രൊഡ്യൂസറിനെ വിളിച്ച് അങ്ങേർക്ക് കോൾ ഷീറ്റ് കൊടുക്കും. അപ്പൊ ഞങ്ങളോടൊക്കെ പറയും അങ്ങേർക്ക് കോൾ ഷീറ്റ് കൊടുത്തേക്കണം എന്ന് പറയും. ഇങ്ങനെ പല പല നല്ല കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഒരുപാട് ചെന്നൈയിലെ മലയാള ചലച്ചിത്ര പരിഷത്ത് ഒരെണ്ണം ഉണ്ടാക്കി. അപ്പൊ അതിനുവേണ്ടി കാശുണ്ടാക്കാൻ കേരളത്തിൽ വന്ന് പല പല സ്ഥലത്ത് പോയി ഡ്രാമ അഭിനയിച്ചു. ഞാൻ, സത്യൻ സാറ്, പിന്നെ നസീർ, ഞങ്ങളൊക്കെ ഒരുപാട് ഓർമ്മകൾ. അങ്ങനെ ഞാൻ 107 പടത്തില് ഏറ്റവും കൂടുതൽ അങ്ങേരോട് അഭിനയിച്ച ഹീറോയിൻ എന്ന നിലയ്ക്ക് 107 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 2 പേരുടെയും പേര് കിന്നസിലുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടൂ. അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല. ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ, പാടൂ, നല്ല ശബ്ദം. അയ്യോ, ഞാൻ സാറേ പാടൂ പ്ലീസ്. ഇല്ല, എനിക്ക് പാടാനറിയില്ല. പ്ലീസ് പാടൂ പ്ലീസ്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയും നെഞ്ചേവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയും നെഞ്ചേവമേഘം. നസീർ സാർ സുന്ദരൻ, സുമുഖൻ, സുശീലൻ, എന്താ പറയുക, ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലൊരു രൂപം അല്ലെങ്കിൽ ഇതുപോലൊരു ഭാവപ്രകടനം കാഴ്ചവെക്കുന്ന ഒരു നടൻ ഇനി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ എന്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. 1986 ശ്രീ മോഹൻലാൽ, അതുപോലത്തെ മുകേഷ്, നസീർ സാറിന്റെ കൂടെ ദുബായിൽ ആദ്യമായിട്ടൊരു ഷോയ്ക്ക് പോകാൻ എനിക്ക് അവസരം കിട്ടി. അന്ന് ഞാൻ 1-2 പടത്തിലേ പാടിയിട്ടുള്ളൂ. അൽനാസർ ലെഷർലാൻഡില് അദ്ദേഹം എന്നെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. അത് ഒരുപക്ഷെ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെൽഫ് പ്രൈസിങ് ആണോ എന്ന് തോന്നും. പക്ഷെ ചില വാക്കുകൾ അർത്ഥവത്താവുന്നതിനകത്ത് ഒരു സത്യമുണ്ട്, ചിലരുടെ നാക്ക്. അന്ന് ഞാൻ 1-2 സിനിമയില് പാടിയിട്ടിരിക്കുന്ന സമയമാണ്. സ്റ്റേജിൽ കയറിയപ്പോൾ അദ്ദേഹമാണ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത്, യേശുദാസ് കഴിഞ്ഞാൽ ഇനി മലയാളത്തിന് കിട്ടാൻ പോകുന്ന ഒരു ഗായകനാണ് ശ്രീ എം.ജി. ശ്രീകുമാർ എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എനിക്ക് ഒരു സീരിയസ്നെസ്സും ഇല്ലായിരുന്നു. ഞാൻ 1-2 പടത്തിൽ പാടിയിട്ട് ഞാൻ ബാങ്കിൽ ജോലി ചെയ്യാം എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ആ നാക്ക് എനിക്ക് ഒന്നുമില്ലെങ്കിലും ഒരു 3ാമത്തെ സ്ഥാനമെങ്കിലും കിട്ടാൻ ഒരു ഭാഗ്യമുണ്ടായി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വലിയൊരു ഒരു എന്താണ് ഐശ്വര്യമുള്ള ആ പ്രസംഗം ആണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ട് ഞാൻ പാടുകയാണ്. എനിക്ക് ചിത്രയും കൂടെ ഒരു ഹെൽപ്പ് ചെയ്യണം, ഒരു ഡ്യുവറ്റാണ്. യൗവന സുന്ദരി സ്വീകരിക്ക
പവിഴമല്ലിക പൂവുകൾ. ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ. യൗവന സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂവുകൾ. ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരുന്നവനാ. യവന സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂ